നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ സ്വർണ്ണാഭരണ ക്ലീനിംഗ് മോഷണ റാക്കറ്റ് വ്യാപകം. കേന്ദ്ര ബജറ്റും കൈവിട്ടു. രക്ഷയില്ലാതെ റബ്ബർ കർഷകർ. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ പുതിയ ഗവൺമെന്റിലാണ് ഇനി ഇവരുടെ പ്രതീക്ഷ. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്നുവരുന്ന KKR വെങ്ങരയുടെ ചിത്ര പ്രദർശനം ദ ഗ്രാവിറ്റി ജനശ്രദ്ധയാകർഷിക്കുന്നു. ദൃശ്യ പയ്യന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ ONV അനുസ്മരണവും പുസ്തക പ്രകാശനവും സംഘടിപ്പിച്ചു. ജൈവ പച്ചക്കറി കൃഷി രംഗത്ത് 5 വർഷത്തെ പ്രവർത്തന മികവുമായി മൂരിക്കൂവൽ ഗ്രാമവേദി കലാസമിതി. വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ സ്വർണ്ണാഭരണ ക്ലീനിംഗ് മോഷണ റാക്കറ്റ് വ്യാപകം. 5 അംഗ ബീഹാർ സംഘം ചന്ദേര പോലീസിന്റെ പിടിയിലായി. ഇത് കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ ഈ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലേക്ക് ഇങ്ങനെ ചെയ്തിരുന്നു. ഒരു മാസം 2 പ്രാവശ്യമായിട്ട് ഇവർ അയക്കുന്നത്. അതെന്നാല് അവിടെ താമസിച്ചിട്ട് ഒരു വെള്ളി ഡിസംബറിലാണ് വന്നത്. കോഴിക്കോടില്ല, ഇപ്പൊ ഈ കണ്ണൂർ താമസമുണ്ടായി ഇവിടെ വന്നത്. ബീഹാർ സ്വദേശികളായ ബിസെ സാഹ്, അശോക് സാഹ്, അശോക് കുമാർ അറഫ്, അശോക് ഷാ, തരുൺ കുമാർ എന്നീ ചെറുപ്പക്കാരാണ് ചന്ദേര പോലീസിന്റെ കസ്റ്റഡിയിലായത്. കഴിഞ്ഞ ദിവസം മാടക്കാലിൽ നിന്നും പിടികൂടിയ 2 പേരടക്കം 8ഓളം പേർ ഈ സംഘത്തിലുണ്ടായിരുന്നതായാണ് വിവരം. പൊന്നൊരുക്കാനുള്ള ആസിഡുകൾ, കെമിക്കലുകൾ, ബ്രഷ് തുടങ്ങിയവ തട്ടിപ്പ് സംഘത്തിൽ നിന്നും പിടിച്ചെടുത്തു. ഹിന്ദിയും തട്ടിമുട്ടി മലയാളവും സംസാരിക്കുന്ന ഇവർ കുറ്റം സമ്മതിച്ചതായാണ് വിവരം. ഒറ്റമുക്കലിൽ 3/4 പവൻ സ്വർണം ഇവരുടെ ലായനിൽ ലയിക്കും. ക്ലീനാക്കിയ സ്വർണം 10 മിനിറ്റിന് ശേഷമേ ധരിക്കാവൂ എന്നറിയിച്ചാണ് ഇവർ വീടുകളിൽ നിന്നും മടങ്ങുന്നത്. സ്വർണത്തിലുള്ള കുറവ് വീട്ടുകാർ വൈകി തിരിച്ചറിയുകയാണ് പതിവ്. അപ്പോഴേക്കും ഇവർ സ്ഥലം വിട്ടിരിക്കും. 8ഓളം പരാതികളാണ് ചന്ദേര പോലീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പടന്ന വടക്കേക്കാട് താമസിക്കുന്ന രാഖി, തെക്കേക്കാട് താമസിക്കുന്ന പുഷ്പ, കഴിഞ്ഞ ദിവസം മാടക്കാലിൽ നിന്ന് തട്ടിപ്പിനിരയായ വീട്ടമ്മ തുടങ്ങി നിരവധി പേർ ഇത്തരം തട്ടിപ്പ് കേസിൽപ്പെട്ടവരാണ്. തട്ടിപ്പ് സംഘത്തിൽ നിന്ന് നിരവധി മൊബൈലുകളും ID കാർഡുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ത്രിവേണിഗഞ്ച്, സൂപ്പോൾ ഡിസ്ട്രിക്ട്, ബീഹാർ എന്ന അഡ്രസ്സുകാരാണ് ഈ സംഘം. ചന്ദേര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയിലേക്ക് അയച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേന്ദ്ര ബഡ്ജറ്റും കൈവിട്ടു. രക്ഷയില്ലാതെ റബ്ബർ കർഷകർ. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ പുതിയ ഗവൺമെന്റിലാണ് ഇനി ഇവരുടെ പ്രതീക്ഷ. ചെറുപുഴ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. റബ്ബറിന്റെ വിലയിടിവ് മൂലം കഷ്ടപ്പെടുന്ന റബ്ബർ കർഷകർക്ക് ഏക പ്രതീക്ഷ ഇനി വരുന്ന സർക്കാരിലാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ റബ്ബർ ഇറക്കുമതി നയവും അതിനെതിരെ അനങ്ങാപ്പാറ നയം സ്വീകരിച്ച ഇപ്പോഴത്തെ ഗവൺമെന്റിലും ഇവർക്ക് പ്രതീക്ഷയില്ല. റബ്ബറിന്റെ വിലവർദ്ധനവിനായി ഘോരം പ്രസംഗിക്കുന്ന ഭരണകർത്താക്കളെയും ടയർ ലോബികളെ സഹായിക്കുന്ന രീതിയിൽ റബ്ബർ കർഷകരുടെ കണ്ണിൽ പൊടിയിട്ട് ഇറക്കുമതി നിരോധിക്കുകയും ചെയ്ത് സർക്കാർ വിജ്ഞാപനമിറക്കിയപ്പോഴും റബ്ബറിന്റെ വിലയിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല. റബ്ബർ കർഷക സംഘം വഴി കിലോയ്ക്ക് 5 രൂപ തോതിൽ ആനുകൂല്യം ലഭിക്കുമെന്ന് കേട്ട സംഘം ഓഫീസുകളിൽ മണിക്കൂറുകളോളം കുത്തിയിരുന്നെങ്കിലും അവിടെയും കിട്ടിയിരുന്നത് ഇരുട്ടടിയായിരുന്നു. വൻകിട മുതലാളിമാരെ സംരക്ഷിക്കുക എന്ന നയം പിന്നിലൂടെ നടപ്പാക്കുകയും മുന്നിലൂടെ റബ്ബർ കർഷകർക്ക് വേണ്ടി ഘോരം പ്രസംഗിക്കുകയും ചെയ്യുന്ന ഭരണാധികാരികൾ കേൾക്കുന്നുണ്ടാകുമോ പട്ടിണിയിലേക്ക് കൂപ്പുകുത്തുന്ന കർഷകന്റെ ദീനരോധനം? ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കോരന് കഞ്ഞി കുമ്പിളിൽ എന്ന് പറഞ്ഞതുപോലെ വലിയ മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ലെങ്കിലും പുതിയ സർക്കാർ നിലവിൽ വരുന്നതുവരെയെങ്കിലും ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഫലം കാത്തിരിക്കുന്നവരെ പോലെ എനിക്കടിക്കും എന്ന പ്രതീക്ഷയിൽ പുതിയ ഗവൺമെന്റ് വരുന്നവരെയെങ്കിലും ആശിക്കാമല്ലോ എന്നാണ് റബ്ബർ കർഷകർ പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ജോത്സ്യർ അച്ചംവീട്ടിൽ നാരായണ പൊതുവാൾ അനുസ്മരണം പയ്യന്നൂർ BM LP സ്കൂളിൽ നടന്നു. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. ഇരുമ്പ് പൊടികളെ കാന്തമാകർഷിക്കുന്നതുപോലെ നിരവധി ആളുകളെ തന്നിലേക്ക് ആകർഷിച്ച വ്യക്തിത്വമാണ് അച്ചംവീട്ടിൽ നാരായണ പൊതുവാൾ. എത്രയോ പ്രമുഖരായ ആളുകളുടെ ജീവിതത്തിലെ നിർണായക നിമിഷങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊടുത്തയാളായിരുന്നു ഈ ജ്യോതിഷ പണ്ഡിതൻ. ഉദ്ഘാടന പ്രസംഗത്തിൽ MK രാഘവൻ MP അഭിപ്രായപ്പെട്ടു. ശ്രീ അച്ചംവീട്ടിൽ നാരായണ പൊതുവാളുമായി ബന്ധമില്ലാത്ത വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ വളരെ കുറവാണ്. താഴെ മുതൽ മേലെ വരെ അത്തരത്തിലുള്ള മഹാപ്രമാണിമാരെ നമുക്കറിയാം.
അവരുടെ എല്ലാം ജീവിതത്തിലെ നിർണായക നിമിഷങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിലും നിർണയിക്കുന്നതിലും ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ഒരു മഹാശയനായിട്ടുള്ള ശ്രീ നാരായണ പൊതുവാളെ. സംഘാടക സമിതി ചെയർമാൻ CV ബാലകൃഷ്ണൻ അധ്യക്ഷനായി. കേരള ചീഫ് സെക്രട്ടറി ജിജി തോംസൺ IAS അനുസ്മരണ പ്രഭാഷണം നടത്തി. കാശിമഠ സംസ്ഥാന തന്ത്രി M നരസിംഹാചാര്യ, മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ N മോഹൻദാസ്, പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ, വാസ്തുശില്പ വിശാരദൻ കാണിപ്പയ്യൂർ കുട്ടൻ നമ്പൂതിരിപ്പാട് എന്നിവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. കൺവീനർ KU വിജയകുമാർ, ജോയിന്റ് കൺവീനർ T ഭരതൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ദൃശ്യ പയ്യന്നൂരിൻ്റെ ആഭിമുഖ്യത്തിൽ ONV അനുസ്മരണവും പുസ്തക പ്രകാശനവും സംഘടിപ്പിച്ചു. ഗാന്ധി പാർക്കിൽ നടന്ന പരിപാടി സിനിമാ സംവിധായകൻ പ്രിയനന്ദനൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് KV ഗണേശൻ അധ്യക്ഷനായി. പ്രദീപ് മണ്ടൂർ രചിച്ച് പ്രിയനന്ദനൻ സംവിധാനം ചെയ്ത ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന സിനിമയുടെ തിരക്കഥാപുസ്തകം EP രാജഗോപാലൻ പ്രകാശനം ചെയ്തു. P അപ്പുക്കുട്ടൻ ഏറ്റുവാങ്ങി. DVD മനോജ് കാനയ്ക്ക് നൽകി കരുവള്ളൂർ മുരളി പ്രകാശനം ചെയ്തു. VT മുരളി ONV അനുസ്മരണ പ്രഭാഷണം നടത്തി. VP സന്തോഷ്, K ശിവകുമാർ എന്നിവർ സംസാരിച്ചു. ജൈവ പച്ചക്കൃഷി രംഗത്ത് 5 വർഷത്തെ പ്രവർത്തന മികവുമായി മൂരിക്കോവൽ ഗ്രാമവേദി കലാസമിതി. തുടർച്ചയായുള്ള നൂറുമേനി വിളവിലൂടെ കാർഷിക രംഗത്ത് മാതൃക സൃഷ്ടിക്കുകയാണ് ഈ യുവജന കൂട്ടായ്മ. കലാ, സാംസ്കാരിക, കായിക രംഗങ്ങളിൽ യുവജനതയുടെ കഴിവും താൽപര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുകയെന്ന പതിവ് ലക്ഷ്യത്തോടെയാണ് ഏതാണ്ട് 6 വർഷങ്ങൾക്ക് മുൻപ് മൂരിക്കോവൽ ഗ്രാമവേദി കലാസമിതി പ്രവർത്തനം ആരംഭിക്കുന്നത്. തുടർന്ന് മറ്റു കലാസമിതികളിൽ നിന്ന് മാറ്റം വേണമെന്ന പ്രവർത്തകരുടെ ചിന്ത അവസാനിച്ചത് ജൈവ പച്ചക്കറി കൃഷി എന്ന ആശയത്തിലാണ്. ജൈവ പച്ചക്കറി കൃഷി എന്ന ഇന്നത്തെ വിപ്ലവകരമായ പരിശ്രമത്തിന്റെ ആരംഭകാലമായിരുന്നു അത്. പച്ചക്കറികളിൽ കൂടിയും രാസാംശങ്ങൾ നമ്മുടെ ശരീരത്തിലെത്തുന്നു എന്ന തിരിച്ചറിവ് തുടങ്ങുന്ന കാലം. യുവജനങ്ങളിലും സ്ത്രീകളിലും പദ്ധതിയുടെ ബോധവൽക്കരണമായിരുന്നു ആദ്യ ലക്ഷ്യം. പ്രമുഖരുടെ പഠന ക്ലാസുകൾ ഉൾപ്പെടെ വിപുലമായ മുന്നൊരുക്കത്തോടെയാണ് പച്ചക്കറി കൃഷി ആരംഭിക്കുന്നത്. മൂരിക്കോവൽ ഫയർ സ്റ്റേഷന് കിഴക്കുഭാഗം മുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപമുള്ള വയലിലാണ് കൃഷി ഇറക്കിയത്. ആദ്യ വിളവെടുപ്പിൽ തന്നെ 500 കിൻഡൽ കുമ്പളം, 60 കിൻഡൽ വെള്ളരി, 15 കിൻഡൽ വെണ്ട, 70 കിലോ പയർ, 20 കിൻഡൽ ചീര എന്നിങ്ങനെ മികച്ച വിളവ് തന്നെ ഈ സംഘത്തിന് ലഭിച്ചു. ആദ്യ സംരംഭം തന്നെ വിജയിച്ചതിന്റെ ആവേശത്തിൽ അടുത്ത വർഷവും കൃഷി നടത്തി. തുടർച്ചയായി 5ാം വർഷവും പച്ചക്കറി വിപ്ലവത്തിന്റെ മധുരം നുണയുകയാണ് ഈ സംഘം. അഞ്ച് വർഷം തികയുമ്പോഴും കേരളത്തിൽ ജൈവകൃഷിയുടെ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സന്ദർഭത്തിൽ ഒരുപടി മുന്നേ തന്നെ അവരറിഞ്ഞുകൊണ്ട് ജൈവകൃഷിയിലേക്ക് വരികയും 5 വർഷം ഓരോരോ വർഷവും അതിനനുസരിതമായ ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാവാനും കൂടുതൽ വെറൈറ്റികൾ അവർ പാടത്ത് കൊണ്ടുവരാൻ ഇപ്പം ഒരു 10-20ഓളം പച്ചക്കറി വെറൈറ്റികൾ അവർ ചെയ്യുകയും നല്ല രീതിയിൽ ഉൽപ്പാദനം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ചില പരാജയങ്ങൾ അവർ ഓരോരോ വർഷവും സംഭവിക്കുമ്പോൾ അത് മറ്റുള്ള കർഷകരുടെ അടുത്തും എൻ്റെ അടുത്ത് വന്നിട്ടും അതൊക്കെ നികത്താനും അത് കീടനിയന്ത്രണങ്ങളും അതുപോലെ തന്നെ വളം ചെയ്യുന്ന രീതികളൊക്കെ തന്നെ പഠിച്ചുകൊണ്ട് പുതിയ രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം 5ാം വർഷം അവർ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇനിയും അവർ മുമ്പോട്ട് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തോട് കൂടിയിട്ടാണ് അവർക്ക് ചെയ്യുന്നത്. 10-30 ആളുകളുടെ കൂട്ടായ്മയാണ്. 5-6 ആളുകളുടെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത പ്രവർത്തനമാണ്. 5 ആളുകളുടെ കഠിന പ്രയത്നമാണ് ഇതിൻ്റെയൊക്കെ വിജയത്തിൻ്റെ പിന്നിലെന്ന് നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കാലാവസ്ഥയ്ക്കനുസരിച്ച് കൃഷി ചെയ്യുന്ന പച്ചക്കറികളുടെ എണ്ണത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വരാറുണ്ട്. 1 ഏക്കർ പ്രദേശത്താണ് 10 പേരടങ്ങുന്ന ഈ സംഘത്തിന്റെ കൃഷി. വേപ്പിൻ കഷായം, ജീവാമൃതം, മത്സ്യകഷായം, ഗോമൂത്ര കാന്താരി മുളക് മിശ്രിതം, ചാണകം, പുകയില കഷായം എന്നിങ്ങനെ തികച്ചും ജൈവരീതിയിലുള്ള കീടനാശിനികളും
വളവും മാത്രമാണ് ഈ സംഘം കൃഷിക്ക് ഉപയോഗിക്കുന്നത്. മഴക്കാല കൃഷിയും ഈ സംഘം പരീക്ഷിച്ചു വരുന്നു. വിളവെടുപ്പിന് ശേഷം പാടത്ത് വെച്ച് തന്നെയാണ് വിൽപ്പന നടത്തുന്നതും. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മീര മഞ്ജുഷ, രാമന്തളി കൃഷി ഓഫീസർ സുരേഷ്, റിട്ടയർഡ് കൃഷി ഓഫീസർ വി നാരായണൻ, KBR കണ്ണൻ തുടങ്ങി നിരവധി പേർ നിർദ്ദേശങ്ങളുമായി ഈ സംഘത്തിനൊപ്പമുണ്ട്. ഒപ്പം കൃഷിവകുപ്പിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും സഹായങ്ങളും ഈ സംഘത്തിന് മുതൽക്കൂട്ടാകുന്നു. 5 വർഷക്കാലമായുള്ള പച്ചക്കറി കൃഷിയിലൂടെ ശ്രദ്ധേയ മാതൃക തന്നെയാണ് ഈ സംഘം തീർക്കുന്നത്. അധ്വാനത്തിന്റെയും കാർഷിക വിജയത്തിന്റെയും പുത്തൻ മാതൃകയാവുകയാണ് ഇവർ. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഈസ്റ്റളേരി പഞ്ചായത്ത് ജലനിധി 2ാം ഘട്ട പ്രവൃത്തി ഉദ്ഘാടനം ചിറ്റാരിക്കൽ പഞ്ചായത്ത് ഹാളിൽ നടന്നു. പഞ്ചായത്തിലെ 2500-ലധികം ഗുണഭോക്താക്കൾക്ക് ശുദ്ധജലം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 15 കോടി രൂപ ചെലവിലാണ് പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയാക്കുക. ഈസ്റ്റളേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഫിലോമിന ജോണിയാക്കാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. അന്നത്തെ ഭരണസമിതിയുടെ നിശ്ചയദാർഢ്യത്തോടെയുള്ള അവരുടെ ഒന്നിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഫലമായി തീർച്ചയായിട്ടും അന്നത്തെ ബോർഡ് ഒരു വലിയ വെല്ലുവിളിയാണ് അവരെ ഏറ്റെടുത്തത്. കാരണം ജലനിധി പദ്ധതി മറ്റു പഞ്ചായത്തുകളിലൊക്കെ 1-1.5 കൊല്ലം കൊണ്ട് കുറെ ആളുകൾക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കുമ്പോൾ വാട്ടർ അതോറിറ്റിയും അതുപോലെ തന്നെ ജലനിധിയും പഞ്ചായത്തുമായി ഒന്നിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഒരു ബൾക്ക് വാട്ടർ സ്കീം എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ജയപ്രകാശ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മരിയ, അഡ്വക്കേറ്റ് പി വേണുഗോപാലൻ, മറിയാമ്മ ചാക്കോ, രഞ്ജിത്ത് പുളിയക്കാടൻ, CJ പാപ്പച്ചൻ, JC ടോം, സീമ മോഹനൻ, ബെറ്റി ഫ്രാൻസിസ്, KP മാത്യു, ബേബി കുന്നേൽ, TV ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ മർച്ചന്റ്സ് യൂത്ത് വിംഗ് ഭാരവാഹികൾക്ക് സ്വീകരണം നൽകി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ മർച്ചന്റ്സ് യൂത്ത് വിംഗ് ജില്ലാ ഭാരവാഹികൾക്ക് സ്വീകരണം നൽകി. പ്രസിഡന്റ് KS റിയാസ്, ജനറൽ സെക്രട്ടറി സായി കിഷോർ, ട്രഷറർ രാജീവ് NK എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. ചേംബർ പ്രസിഡന്റ് KU വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുവാൻ ഞാൻ ഈ സന്ദർഭം ചെയ്യുന്നു. പിന്നെ ഇപ്പം തെരഞ്ഞെടുക്കപ്പെട്ടുള്ള റിയാസ് ഒരു പക്ഷേ യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റായിട്ട് സുമിത്രം വന്ന് അന്ന് പ്രസിഡന്റാകാൻ തയ്യാറായി യോഗ്യനായ ആയിട്ടുള്ള ഒരാളാണ്, യാതൊരു സംശയവുമില്ല. MP തിലകൻ, V നന്ദകുമാർ, BP സുമിത്രൻ, BKB മനോജ്, PN ശ്രീകല എന്നിവർ സംസാരിച്ചു. T ബിജു സ്വാഗതവും ഷാജി ഫോക്കസ് നന്ദിയും പറഞ്ഞു. പയ്യന്നൂർ വൈദിക പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഗാന്ധി പാർക്കിൽ നടന്നുവന്ന സ്വാമി സന്ദീപാനന്ദഗിരിയുടെ പ്രഭാഷണ പരമ്പര സമാപിച്ചു. 2 ദിവസങ്ങളിലായി സ്വാമി സന്ദീപാനന്ദഗിരിയുടെ പ്രഭാഷണ പരമ്പരയിൽ ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകം, ശങ്കരാചാര്യ സ്വാമിയുടെ മനീഷ പഞ്ചകം എന്നിവയിൽ പ്രഭാഷണം നടത്തി. ഈ മനീഷ പഞ്ചകത്തിലൂടെ അവതരിപ്പിച്ചു. ഇവിടെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. ആചാര്യസ്വാമികളെ സംബന്ധിച്ച് നമ്മളിത് ഫേസ്ബുക്കിൽ ഇന്നത്തെ പത്രം ഇട്ട സമയത്ത് അതിന് ചില ചോദ്യങ്ങളുണ്ട്. ഇതെല്ലാവരും അംഗീകരിക്കുന്നില്ലല്ലോ. തീർച്ചയായിട്ടും ശങ്കരാചാര്യ സ്വാമികള് ബ്രാഹ്മണ്യത്തിന്റെ എന്താ പറയുക, അതിന്റെ ഈ ജാതീയ വ്യവസ്ഥിതിയെ തുറന്ന സംവാദവും നടന്നു. വൻ ജനക്കൂട്ടമാണ് സമാപന ദിവസത്തിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാൻ എത്തിച്ചേർന്നത്. രവീന്ദ്രൻ മാസ്റ്റർ, വാസുദേവൻ നമ്പീശൻ, ഉപേന്ദ്ര ഷേണായി, രാജീവൻ പച്ച എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ശരീരത്തിലെ അഴുക്ക് കളയാനും വസ്ത്രങ്ങൾ അലക്കുവാനും ഉപയോഗിച്ചിരുന്ന സാബുങ്കായ എന്ന ഉറുവഞ്ചി മരങ്ങൾ നാട്ടിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു. സമീപകാലത്ത് വരെ ധാരാളമായി മരക്കൂട്ടങ്ങൾക്കിടയിൽ കണ്ടിരുന്ന ഈ വൃക്ഷം ഇന്ന് പേരിന് പോലുമില്ല. ശരീരത്തിലെ അഴുക്കുകളയാനും വസ്ത്രങ്ങൾ അലക്കാനും ഉപയോഗിച്ചിരുന്ന സാബൂങ്കായ എന്ന ഉറുവഞ്ചി മരങ്ങൾ നാട്ടിൽ നിന്നും അപ്രത്യക്ഷമാകുകയാണ്. സമീപകാലത്ത് വരെ ധാരാളമായി മരക്കൂട്ടങ്ങൾക്കിടയിൽ കണ്ടിരുന്ന ഈ വൃക്ഷം ഇന്ന് പേരിന് പോലുമില്ല. മുമ്പ് മലയോര പ്രദേശങ്ങളിൽ ധാരാളമായി ഇത്തരം മരങ്ങൾ ഉണ്ടായിരുന്നു. അടുത്ത കാലത്തായി അപ്രത്യക്ഷമായ മരങ്ങളിൽ പ്രധാനമാണ് ഉറുവഞ്ചി.
സമതലങ്ങളിലും ചെറിയ മലകളിലെ കാടുകളിലും വളരുന്ന മരമാണിത്. സംസ്കൃതത്തിൽ അരിട്ട, ഫേനില, സോമാവൽക്ക എന്നിങ്ങനെയാണ് പേര്. നാട്ടിൻപുറങ്ങളിൽ ഇതിനെ പശക്കോട്ട എന്നാണ് വിളിച്ചിരുന്നത്. 15 മീറ്റർ ഉയരം വരെ വളരുന്ന ഈ മരത്തിൽ ഡിസംബറിൽ പൂക്കളുണ്ടായി ജനുവരി മാർച്ച് മാസങ്ങളിലാണ് കായ വിളയുന്നത്. ഇന്ത്യയിലെ സോപ്പ് എന്നാണ് ലാറ്റിനിൽ ഇതിന്റെ ശാസ്ത്രീയ നാമം. ചിലർ ഇതിനെ സാബൂങ്കായ എന്നും പറയും. സാബൂൻ എന്നത് അറബി പദമാണ്. അറബി ഭാഷയിൽ സോപ്പിന് സാബൂൺ എന്നാണ് പറയുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചവക്കായ, പശക്കൊട്ട എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. സാപ്പോണിൻ എന്ന ആൽക്കലോയിഡ് സാബൂങ്കായയിൽ അടങ്ങിയിരിക്കുന്നതിനാൽ വെള്ളവുമായി ചേർന്നാൽ പതഞ്ഞു പൊന്തും. സ്വർണ്ണപ്പണിക്കാർ ഇതിന്റെ കായ സ്വർണ്ണാഭരണങ്ങളിലെ അഴുക്കും മങ്ങലും കളയാനും മറ്റും ഉപയോഗിക്കുന്നു. ആരും കച്ചവടക്കാർ എടുക്കുന്നില്ല, മലഞ്ചരക്കാർ ആരും ഇത് എടുക്കുന്നില്ല. ഇപ്പോൾ സോപ്പിന് വേണ്ടിയിട്ട് ഇപ്പം കിഴക്കുന്ന ഒരു പുലിഞ്ചിക്കായി എന്ന് പറഞ്ഞ സാധനം വരുന്നുണ്ട്. ആ സാധനമാണ് ഇപ്പോൾ സോപ്പിൻ്റെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതിന് മാർക്കറ്റില്ല. 1 ഉറുപ്പ്യായാലും എടുക്കാനാളില്ല. അതാണ് ഇന്നത്തെ സ്ഥിതി. പിന്നെ എല്ലാവരും മരം മുറിച്ച് വിറകാക്കി, പിന്നെ ഫർണിച്ചറിന് കൊടുത്തു. ഇതെല്ലാം ഇന്നത്തെ ഈ മരത്തിനെ പറ്റിയില്ല. സാബൂങ്കായി എന്നാണ് ഇതിൻ്റെ ഒറിജിനൽ പേര് പറയുക കേരളത്തിൽ. കാളവണ്ടി, കാർഷിക ഉപകരണങ്ങൾ എന്നിവ ഉണ്ടാക്കാനാണ് വൃക്ഷത്തിന്റെ തടി ഉപയോഗിക്കുന്നത്. ഒരു തലമുറ കൂടി പിന്നിട്ടാൽ ഇത്തരം മരങ്ങളെ കണ്ടാലോ കേട്ടാലോ അറിയുന്നവർ തന്നെ ഈ ഭൂമുഖത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്നുവരുന്ന KKR വെങ്ങരയുടെ ചിത്ര പ്രദർശനം ദ ഗ്രാവിറ്റി ജനശ്രദ്ധയാകർഷിക്കുന്നു. പയ്യന്നൂർ ചിത്രകലാ പരിഷത്താണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു നല്ല ഗാലറി ഇല്ല എന്നുള്ളതാണ്. ഇത്രയും പ്രദർശനം വടക്കേമല പോലെ ഇത്രയും പ്രദർശനം നടക്കുന്ന മറ്റൊരു സ്ഥലമില്ല. അപ്പോഴും ഇവിടുത്തെ ഭരണാധികാരികൾ അതിന് നേരെ മുഖം തിരിച്ച് നിൽക്കുന്നതിലുള്ളൊരു പ്രതിഷേധം നമുക്കുണ്ട്. ഒരു നല്ല ഗാലറി സംഘടിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ പുതിയ തലമുറ ഒട്ടേറെ പ്രദർശനങ്ങളിലൂടെ അവരുടെ ഒരു വ്യക്തിത്വവും വികസിപ്പിച്ചെടുക്കാൻ, കലാരംഗത്ത് വികസിപ്പിച്ചെടുക്കാൻ ഈ പയ്യന്നൂരിനെ സാധ്യമാവുന്നതാണ്. ഇതിൽ ഞാൻ 3 പരമ്പരയിൽപ്പെട്ട ചിത്രങ്ങളാണ് പ്രത്യേകിച്ചിട്ട് അധികമുള്ളത്. ഒന്ന് ബാലൻസ്, മറ്റൊന്ന് സിറ്റിസ്കേപ്പ്. പുതിയ കാലത്ത് പ്രകൃതിയും മനുഷ്യനും സമൂഹത്തോട് സംവദിക്കുന്ന രീതികളെ വരച്ചുകാട്ടുകയാണ് KKR എന്ന ചിത്രകാരൻ. പയ്യന്നൂർ ഗാന്ധി പാർക്കിലാണ് ദി ഗ്രാവിറ്റി എന്ന ചിത്ര പ്രദർശനം നടക്കുന്നത്. കേരള ചിത്രകലാ പരിഷത്ത് പയ്യന്നൂർ യൂണിറ്റാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. സിറ്റിസ്കേപ്പ്, മണ്ണും മനുഷ്യനും, ബാലൻസ്, കൃഷ്ണ എന്നീ പരമ്പരകളിലെ 25ഓളം ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. യന്ത്രങ്ങളായി പരിണമിക്കുന്ന മനുഷ്യബന്ധങ്ങളും പ്രകൃതിയിലുള്ള മനുഷ്യന്റെ കടന്നുകയറ്റവും അതിജീവനത്തിനായുള്ള മനുഷ്യന്റെ അടവുകളുമടക്കം ഏറെ ആകുലതകൾ നിറഞ്ഞ കാഴ്ചകളാണ് ദി ഗ്രാവിറ്റിയിൽ ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ ഇത്തരം ആശങ്ക നിറഞ്ഞ കാഴ്ചകൾക്കിടയിലും കൃഷ്ണ എന്ന പരമ്പരയിലെ ചിത്രങ്ങൾ കാണികൾക്ക് പ്രണയാതുരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. കഴിഞ്ഞ മാസം 29-നാണ് പ്രദർശനം ആരംഭിച്ചത്. നിരവധി പേരാണ് ചിത്രങ്ങൾ കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കൂട്ടായ്മ ഓർമ്മ ഗുരുത്വം സംഘടിപ്പിച്ചു. പയ്യന്നൂർ BMLP സ്കൂളിൽ നടന്ന പരിപാടി മുതിർന്ന അംഗം P. നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മറ്റ് ഞാൻ സ്വതവേ പ്രാസംഗികനല്ല, പഴയക്കാരായിട്ട് പിന്നെ വിശ്രമത്തിലും മറ്റുമായിട്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് സംസാരിക്കാൻ അല്പം വിഷമമുണ്ട്. എന്നാലും എൻ്റെ പഴയ കാലത്തെ പറ്റി പറയുന്നത് രുചിക്കുമെന്നറിയില്ല, എന്നാലും ചെറുതായിട്ടൊന്നും നന്നായിരിക്കുന്നതായി ഞാൻ വിശ്വസിക്കുന്നത്. സീനിയർ അംഗം P. നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മുൻ സംസ്ഥാന ട്രഷറർ R. രാമകൃഷ്ണ പൊതുവാൾ ചടങ്ങിൽ അധ്യക്ഷനായി. പരിപാടി വിശദീകരണം മുൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VM ഉണ്ണികൃഷ്ണനും പരിചയപ്പെടുത്തൽ മുൻ ജില്ലാ സെക്രട്ടറി K. രവീന്ദ്രനാഥനും നിർവഹിച്ചു. സംഘടനാ വിശദീകരണം KP ഭാസ്കരനും മുഖ്യാതിഥിക്കുള്ള ഉപഹാര സമർപ്പണം A. രവീന്ദ്രൻ നിർവഹിച്ചു. സീനിയർ അംഗങ്ങൾക്കുള്ള ആദരം ജില്ലാ സെക്രട്ടറി മുഖ്യാതിഥിയുമായ P. പുരുഷോത്തമൻ നിർവഹിച്ചു. മുൻ സബ് ജില്ലാ പ്രസിഡന്റ് E. രാഘവൻ ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിച്ചു. ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ടോമിച്ചൻ T. വട്ടോത്ത്, ശോഭന P. എന്നിവർക്കുള്ള യാത്രയപ്പും ചടങ്ങിൻ്റെ ഭാഗമായി നടന്നു. പുതുക്കി പണിത ചൊവ്വറമ്പ് ബിളർ മസ്ജിദിന്റെ ഉദ്ഘാടനം കോഴിക്കോട് വലിയ ഗാസി ജമാലു ലൈലി തങ്ങൾ നിർവഹിച്ചു.
ഉദ്ഘാടന ചടങ്ങിൽ ജമാഅത്ത് പ്രസിഡന്റ് പി റഷീദ് ഹാജി അധ്യക്ഷനായി. ഷംസുദ്ദീനായിട്ട് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. മസ്ജിദിന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സ്ത്രീകൾക്ക് ഉച്ചയ്ക്ക് 2 മണി മുതൽ പ്രത്യേക സന്ദർശന സമയവും അനുവദിച്ചിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അള്ളട സ്വരൂപത്തിന് അധിപൻ ക്ഷേത്രപാലകൻ ഈശ്വരന്റെ തൊഴുതുവരവോടെ തൃക്കരിപ്പൂർ തങ്കയം ക്ഷേത്രപാലക ക്ഷേത്രം കളിയാട്ടത്തിന് തുടക്കമായി. 3 വർഷത്തിലൊരിക്കലാണ് ക്ഷേത്രത്തിൽ കളിയാട്ടം നടക്കുന്നത്. ശനിയാഴ്ച രാവിലെ 10 മണിയോടെ പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ക്ഷേത്രപാലകനീശ്വരന്റെ കോലധാരിയുടെ തൊഴുതുവരവ് ഭയഭക്തി സമ്മിശ്രമായി. അസുരതാളത്തിൽ മുറുകിയ ചെണ്ടവാദ്യത്തിന്റെയും കതിനവെടിയുടെയും മുഖരിതമായ ശബ്ദത്തോടെ കോലധാരിയുടെ ഓടിയെടുത്തുള്ള ക്ഷേത്രം വലംവെപ്പും മറ്റു ചടങ്ങുകളും ദർശിക്കാൻ നിരവധി പേരാണ് ക്ഷേത്രാങ്കണത്തിലെത്തിയത്. ക്ഷേത്രം ചുറ്റി വന്ന കോലധാരി ക്ഷേത്രനടയിൽ തൊഴുത് അറിയാൽ തറയിൽ വിശ്രമിച്ച് അല്പനേരത്തിനുള്ളിൽ കുടിയിലെ പിടി തോറ്റവും നടന്നു. മൂവാണ്ടിലൊരിക്കൽ നടക്കുന്ന കളിയാട്ടത്തിന്റെ പ്രധാന തെയ്യക്കോലമായ ക്ഷേത്രപാലകനെ കൂടാതെ വിവിധ തെയ്യക്കോലങ്ങളും കെട്ടിയാടും. ഒപ്പം സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേരള ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന ഉത്സവം 2016 കണ്ടോത്ത് കൂർമ്പ ഭഗവതി ക്ഷേത്രം പൂരക്കളി സംഘം പൂരക്കളി അവതരിപ്പിച്ചു. സംഘത്തിന്റെ ലീഡർ KV രാമചന്ദ്രനെ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഓഫീസർ പൊന്നാട അണിയിച്ചു. തുടർച്ചയായി ഇത് 7ാം വർഷമാണ് സംഘം പരിപാടി അവതരിപ്പിക്കുന്നത്. വയക്കര ശ്രീ ചേറ്റൂർക്കാവ് ശിവരാത്രി മഹോത്സവവും ഊട്ടുപുര സമർപ്പണവും മാർച്ച് 7-ാം തീയതി കാവ് പരിസരത്ത് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കാവിലെത്തിയതിനു ശേഷം ഇളനീരഭിഷേകം, വിശേഷാൽ പൂജകൾ, ശേഷം അന്നദാനത്തിന് ശേഷം കറുത്ത മുത്ത് ഫെയിം, അതുപോലെ സിനിമാ രംഗത്ത്, സീരിയൽ രംഗത്തും. ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി വിശേഷാൽ പൂജകളും രാവിലെ വയക്കര മുണ്ടിയിൽ നിന്നുള്ള ഇളനീർ എഴുന്നള്ളത്തും തുടർന്ന് ഇളനീർ അഭിഷേകവും നടക്കും. ശേഷം പുതുതായി പണികഴിപ്പിച്ച ഊട്ടുപുര ക്ഷേത്രം തന്ത്രി പുതുമനയില്ലത്ത് ശങ്കരൻ നമ്പൂതിരി നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം സീരിയൽ ബാലതാരം അക്ഷര കിഷോറിനെ അനുമോദിക്കും. തുടർന്ന് PK സുരേഷ് കുമാറിന്റെ സാംസ്കാരിക പ്രഭാഷണവും പയ്യന്നൂർ സുധിയുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളവും നടക്കുമെന്ന് ശങ്കരനാരായണൻ CK, CP ബാബുരാജ്, CP പ്രകാശ്, TV രമേഷ് ബാബു, PK ഉണ്ണികൃഷ്ണൻ, TK പ്രകാശൻ, രജികുമാർ രവി എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കുഞ്ഞിമംഗലം ശ്രീ തൃപ്പാണിക്കര വിശ്വകർമ്മ കൽക്കൂറ ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ നവീകരണ കലശ മഹോത്സവത്തിന് തുടക്കമായി. മാർച്ച് 4 മുതൽ 7 വരെയാണ് കലശ മഹോത്സവം നടക്കുന്നത്. ഇനി മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. സംസ്ഥാനത്ത് സ്കൂളിൽ 220 പ്രവൃത്തി ദിനങ്ങൾ നിർബന്ധമാക്കണമെന്ന് ആവശ്യം. പ്രേക്ഷക പ്രതികരണങ്ങൾ. നല്ല ഒരു കാര്യമാണ്. ഈ നിലയിൽ ഇപ്പോൾ തന്നെ പാഠപുസ്തകങ്ങളെല്ലാം കിട്ടി വരുന്നത് തന്നെ എക്സാം, ഈ കഴിഞ്ഞ വർഷത്തെ അവസ്ഥ അറിയാം, എക്സാമിനേഷൻ കഴിഞ്ഞാലും പാഠപുസ്തകം കിട്ടാത്ത അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ കോടതിയുടെ ഈ ഒരു തീരുമാനം കുട്ടികൾക്ക് വളരെ ആശ്വാസവും. ഏതാണ്ട് 220 തന്നെ ദിവസം അധ്യയന വർഷം കൊടുത്താൽ പോലും കഴിയാത്തൊരവസ്ഥയിലാണ്. ആ ഒരു നടപടിയിലേക്ക് ഗവൺമെൻറ് എത്തിച്ചേരണം എന്നാണ്. പക്ഷേ ഈ വിധി നടപ്പിലാക്കുമ്പോഴും അതിൻ്റെ പിറകിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ട്.
ഒന്ന് വിചാരിച്ചാൽ അധ്യയന വർഷത്തിൽ നടക്കുന്ന മേളകൾ, കായിക മേളകൾ, അതുപോലെ തന്നെ യുവജനോത്സവങ്ങൾ, പ്രവൃത്തി മേളകൾ, ഇതൊക്കെ വിദ്യാർത്ഥികളെ പഠന പ്രക്രിയയ്ക്ക് വളരെയധികം ദോഷമായി ചെയ്യുന്നു എന്നുള്ളതാണൊരു സത്യാവസ്ഥ. അത് ഹയർ സെക്കൻഡറി മാത്രമുള്ള വിങ്ങുകളിലേക്ക് നോക്കുമ്പോൾ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യയനത്തിൻ്റെ ഒരു ഭൂരിഭാഗം ദിവസങ്ങളും ഇത്തരം വേദികൾക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യവും നമുക്ക് പരിഗണനയിലുണ്ട്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഒരു അധ്യയന വർഷത്തിൽ 220 ദിവസങ്ങൾ 220 സാധ്യമായ ദിവസങ്ങൾ എന്ന് പറയുന്നത് അത്ഭുതമൊന്നുമല്ല. കാരണം എക്സ്ട്രാ ക്ലാസ്സുകളും അതേപോലെ തന്നെ മറ്റ് ക്ലബ്ബ് പ്രവർത്തനങ്ങളും ഒക്കെ ഇപ്പോൾ തന്നെ 220-ലധികം സാധ്യമായ ദിവസങ്ങൾ അധ്യാപകർ പ്രവൃത്തിയെടുക്കുന്നുണ്ട്. സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. ഇനി അറിയിപ്പുകൾ. പയ്യന്നൂർ റെയിൽവേ ശ്രീ മുത്തപ്പൻ ക്ഷേത്രം തിരുവപ്പന മഹോത്സവം മാർച്ച് 7, 8 തീയതികളിൽ നടക്കും. ഒളവറമുണ്ടിയ കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. കളിയാട്ടം മാർച്ച് 10 സമാപിക്കും. KSEB മസ്ദൂർ റാങ്ക് ഹോൾഡേഴ്സ് യോഗം മാർച്ച് 6 ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സ് ഹാളിൽ നടക്കും. വിശദവിവരങ്ങൾക്ക് 9605747720 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വെള്ളൂർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സാന്ത്വന പരിചരണ പദ്ധതിയുടെ ഉദ്ഘാടനം മാർച്ച് 6 രാവിലെ 10 മണിക്ക് ട്രസ്റ്റ് ഓഫീസ് പരിസരത്ത് നടക്കും. മാതമംഗലം രാഗലയം കലാക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് 6 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് അനുമോദന സദസ്സും ചെണ്ടമേളം ഡെമോൺസ്ട്രേഷൻ ക്ലാസും വിദ്യാർത്ഥികൾക്കുള്ള ചെണ്ട ഏറ്റുവാങ്ങൽ പരിപാടിയും നടക്കും. മാർച്ച് 5 ആരംഭിച്ച എടനാട് ശ്രീ പെരുമ്പുഴയച്ചൻ ക്ഷേത്രം കളിയാട്ട മഹോത്സവം മാർച്ച് 6 സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ സ്വർണ്ണാഭരണ ക്ലീനിംഗ് മോഷണ റാക്കറ്റ് വ്യാപകം. കേന്ദ്ര ബജറ്റും കൈവിട്ടു. രക്ഷയില്ലാതെ റബ്ബർ കർഷകർ. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ പുതിയ ഗവൺമെന്റിലാണ് ഇനി ഇവരുടെ പ്രതീക്ഷ. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്നുവരുന്ന KKR വെങ്ങരയുടെ ചിത്രപ്രദർശനം ദ ഗ്രാവിറ്റി ജനശ്രദ്ധയാകർഷിക്കുന്നു. ദൃശ്യ പയ്യന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ ONV അനുസ്മരണവും പുസ്തക പ്രകാശനവും സംഘടിപ്പിച്ചു. ജൈവ പച്ചക്കറി കൃഷിരംഗത്ത് 5 വർഷത്തെ പ്രവർത്തന മികവുമായി മൂരിക്കൂവൽ ഗ്രാമവേദി കലാസമിതി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.